ഇപ്രാവശ്യം ഒരു വെറൈറ്റി സ്ഥലത്താണ് ട്രിപ്പ് വന്നേക്കുന്നത്. Dancing in my best, so let me show it. You are exactly what I want, kinda cool and kinda not. Wanna give myself to you, yeah. We were driving down a freeway at night. I only got one thing in the back of my mind. I'm feeling like this might be my time to shine with you, with you, with you. I got my head up the sunroof. ഇതും ഒരു ഓഫീസ് ട്രിപ്പാണ്. ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഒരു 20 പേരുള്ള ഒരു ടീമാണ് ഞങ്ങൾ. അപ്പോൾ ഇനി ഒരു ചെറിയ റീവൈൻഡിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേരും കൂടിയും വരാനുണ്ട്. ഓഫീസിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് ആരു നടന്നു പോകുന്നു. ആരു സെറ്റല്ലേ? അപ്പോൾ കുറച്ച് പേരും കൂടിയും ഓഫീസ് ഫ്ലോറിൽ നിന്ന് താഴത്തേക്ക് വരാനുണ്ട്. അപ്പോൾ അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ കിടക്കുന്നൊക്കെ കാറുകളാണ്, ക്യാബുകളാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഉണ്ട്, പിന്നെ വേറെയും കമ്പനികളുടെ ക്യാബുകളുണ്ട്. അപ്പോൾ 1:30 ഒരു ഷിഫ്റ്റ് തീരുമല്ലോ, പിന്നെ 12:30 തീരുന്ന ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാബുകളാണ്. തേജസ്വിനി ബിൽഡിംഗ്, ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ബിൽഡിംഗ്. ചടാ, ഇതിൻ്റെ പേരാണ് പാർക്ക് സെൻറ്റർ. ക്ലിയർ ആണോ എന്നറിയില്ല, ചിലപ്പോൾ അടുത്തെത്തിയാൽ കുറച്ചുകൂടി മനസ്സിലാവുമായിരിക്കും നമുക്ക്. കുറേ സിനിമകളിൽ, ഇഷ്ടംപോലെ സിനിമകളിൽ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളൊരു ബിൽഡിങ്ങാണിത്. എനിക്കിത് ഫസ്റ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്നറിയോ, സൂപ്പർമാൻ സിനിമയില്ലേ ജയറാമിൻ്റെ, ആ സൂപ്പർമാൻ സിനിമയിലെ ലാസ്റ്റത്തെ ക്ലൈമാക്സ് സീനും പോർഷനൊക്കെ ഇല്ലേ, അത് ഈ ബിൽഡിങ്ങിലാണ്. സോ ഇതിൻ്റെ അകത്താണ് ആ സീൻ ഇതെല്ലാം കാണിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വേറെ ഭവാനി എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ വഴിയിലാണ് മറ്റേ തെമ്മാടിക്കാറ്റ് ആ പാട്ടില്ല, അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. അത് മാത്രമല്ല കുറേ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ കാണുന്നതാണ് ആംഫി തിയേറ്റർ എന്ന് പറയും. അതായത് ഇവിടെയാണ് നമ്മളുടെ ടെക്നോ പാർക്കിലെ മെയിൻ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ, ഇവൻസും DJ ഷോസൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ലൈറ്റ് ഇല്ല, അത് കാരണം ഒന്നും മനസ്സിലാവുന്നില്ല, കാണിച്ചു തരാൻ പറ്റുന്നില്ല. പക്ഷെ നോക്കട്ടെ, അവിടെ എത്തുന്നത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയാണ് കുറേ ഷോസും DJസും ഡാൻസ് പ്രോഗ്രാമും കോമ്പറ്റീഷൻസ് ഈ വക പരിപാടികളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ബസ് വന്നു, കുറച്ച് പേര് ഓൾറെഡി കയറി. ഫസ്റ്റ് ഇവിടെ എത്തി, അതിരപ്പള്ളി എത്തി. ഇവിടെയാണ് നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് വേറെ റിസോർട്ടിലാണ്. എല്ലാവരും ബാഗൊക്കെ എടുത്ത്. ഗുഡ് മോർണിംഗ്. ഇതാണ് ഈ പ്രോപ്പർട്ടി കേട്ടോ. ആക്ച്വലി നല്ല പ്രോപ്പർട്ടി. ഇവിടെ സ്റ്റേ ഉണ്ട്. അപ്പോൾ സ്റ്റേ വേണ്ടവർക്ക് ഇങ്ങനത്തെ ചെറിയ കോട്ടേജസ് അവൈലബിൾ ആണ്. ഞങ്ങൾ ജസ്റ്റ് ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ ബുക്ക് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാം. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇവിടെ മോർണിംഗ് ഫോട്ടോഷൂട്ടിന് വേണ്ടി നമ്മുടെ ക്യാമറാമാൻ ആതിര റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഹലോ ഗൈസ്,
അപ്പൊ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തി. എവിടെയാണ്? ഇതാണ് വാഴച്ചാലിന്റെ എൻട്രൻസ്. ഫോറസ്റ്റിന്റെ ഫുൾ ഫോം അറിയോ നിങ്ങൾക്ക്? അതാണ് ഫോറസ്റ്റിന്റെ ഫുൾ ഫോം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചർ ഓഫ് നേഷൻ, ഓക്സിജൻ ഫോർ ലൈഫ്, റീജനറേഷൻ, എനർജി ഫോർ ഡെവലപ്മെന്റ്, സോഷ്യൽ സെക്യൂരിറ്റി, ടിംബർ ട്രഷറി ഓഫ് നേഷൻ. വെറൈറ്റി ഒരു പുഴുവിനെ കണ്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ച എന്തൊരു സാധനമാണ്, പക്ഷെ ചൊറിയാമ്പുഴാണ്. സ്പെഷ്യൽ ടൈപ്പ് ചൊറിയാമ്പുഴു. ഹായ്, എന്തൊരു ഗ്രീനാന്നൊക്കെ, നല്ല നല്ല പച്ചപ്പ്. എൻ്റെ വെള്ളച്ചാട്ടത്തൊക്കെ പാല് പോലെ ഒഴുകുന്ന വെള്ളച്ചാട്ടം. എത്ര സിനിമകൾ കണ്ടിട്ടുള്ളൊരു ലൊക്കേഷനാണല്ലേ ഇത്. കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അടിപൊളി. കിടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടും നടക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും കാണാനില്ല. പക്ഷെ ഞങ്ങൾ ഇനി പോകുന്നത് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകണം. അവിടെ പോയി ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ വാട്ടർഫോൾസിന് അങ്ങോട്ടേക്ക് വീണ്ടും ഇറങ്ങും. അധികം നടന്നൊന്നുമില്ല, പക്ഷേ ഈ ചൂടും പിന്നെ ട്രാവൽ ചെയ്തതിൻ്റെ ക്ഷീണമൊക്കെ അതുകൊണ്ടാണ് നമ്മളത് കുടിക്കുന്നത്. ഉപ്പിട്ട ലൈം സോഡ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ. ഓക്കെ, നടന്ന് ക്ഷീണിതരായ കുട്ടികൾ. അതിരപ്പള്ളി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാടിൻ്റെ അകത്ത് കൂടെയാണ് ബേസിക്കലി പോകുന്നത്. അത്യാവശ്യം കുറച്ച് ടൂറിസ്റ്റുകളുണ്ട്, എന്നാൽ അത്ര ഭയങ്കര തിരക്ക് അങ്ങനെയൊന്നുമില്ല.
താഴത്തെ വ്യൂ ഉണ്ട്. അപ്പം ഞങ്ങളിപ്പോൾ തൽക്കാലം താഴത്തേക്ക് പോകുന്നില്ല. നമ്മളിപ്പോൾ ഇവിടം വരെ പോയിട്ട് ഇനി ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. പിന്നെ റിസോർട്ടിൽ നമ്മളിതുവരെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ചെക്ക് ഇൻ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാകുമ്പോൾ നമ്മൾ അതിരപ്പള്ളി താഴത്തേക്ക് വാട്ടർഫോളിൻ്റെ അങ്ങോട്ടേക്ക് ഇറങ്ങും. ലഞ്ച് കഴിക്കാനായിട്ട് ഇതിൻ്റെ അതിരപ്പള്ളി തൊട്ടടുത്തുള്ള ഒരു ചാക്കോസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നേക്കാണ്. നേരത്തെ കയറി ഇരിക്കുകയല്ല, അവിടെ ഇരിക്കാം. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. നല്ല വ്യൂ ആണ് പുറത്ത്. വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം. നല്ലൊരു അടിപൊളി ലഞ്ച് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ബസ് എവിടെ പാർക്ക് ചെയ്തേക്കുന്നതെന്ന് അവിടെ തപ്പി പോവാണ്. ആക്ച്വലി കുറച്ച് ആൾക്കാർ മിസ്സിങ് ആണ് ഞങ്ങളുടെ കൂട്ടത്തിൽ. എനിക്ക് തോന്നുന്നു അവർ നേരത്തെ കഴിച്ചിട്ട് നേരത്തെ പോയി. കണ്ടോ, നല്ല പൂളാണ്. പിന്നെ വേറെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിൽ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്കാരൊന്നും ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ആക്സസ് ആണ് പൂളിനും. പിന്നെ ഇവിടുത്തെ വ്യൂ നോക്കി, ഇത് തുറക്കില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. ഹായ്, നല്ല ഗാർഡൻ ഉണ്ട്, പിന്നെ ഊഞ്ഞാലുണ്ട്. ഒരു റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്. എല്ലാവരും ഉറങ്ങിയിട്ടില്ലല്ലോ, നല്ല ടയറാണ്, എങ്ങനെയെങ്കിലും ചെന്ന് കിടന്നാൽ മതി എന്നാണ്. പക്ഷെ ഞങ്ങൾക്ക് ആക്ച്വലി വൈകുന്നേരം അതിരപ്പള്ളിയിലേക്ക് പോകണം. വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ ഭാഗത്താണല്ലോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണം എന്നുണ്ട്. പിന്നെ പൂളിൽ ഇറങ്ങണം എന്നുണ്ട്. പക്ഷേ എല്ലാവരും നല്ല ടയേർഡുമാണ്, ഉറക്കമുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് ബാഗൊക്കെ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ബാക്കി നോക്കാം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്, സീഹൈം റിസോർട്ട്സ്. ഈ ഏരിയയിൽ ആക്ച്വലി കുറേ റിസോർട്ടുകളുണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് വില്ലോ ഹൈറ്റ്സ്, ഇങ്ങനെ അടുത്തടുത്തായിട്ട് കുറേ റിസോർട്ടുകൾ ഉള്ളൊരു ഏരിയ ആണ്. സോ ഇതാണ് ഞങ്ങളുടെ റൂം. കൊള്ളാം, നല്ല സ്പേഷ്യസ് ആണ്. നോക്കട്ടെ ബാൽക്കണി വ്യൂ നമുക്ക് കിട്ടിയോ ഇല്ലയോ. യെസ്, അയ്യോ ഇങ്ങോട്ട്. ബാൽക്കണി വ്യൂ ഞങ്ങൾക്കുണ്ട്. ബാൽക്കണി തുറക്കാൻ പറ്റുള്ളൂ. വോ, സൂപ്പർ. സോ എൻ്റെ റൂമാണ്, ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന റൂമാണ് ഏറ്റവും സൂപ്പർ റൂം. നല്ല വ്യൂ ഉണ്ട്. കണ്ടോ, ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കാം, മറ്റേ കള നാദം, വെള്ളച്ചാട്ടത്തിൻ്റെയും വെള്ളം ഒഴുകുന്നതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് നേരം പോയി റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളിതാ പൂളിലേക്ക് ഓരോരുത്തരായിട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. ഞങ്ങൾ പൂളിലിരുന്ന് ഒരു റീല് ചെയ്തു കേട്ടോ. അപ്പോൾ ആ റീലിൻ്റെ സീൻസാണ് ഈ കാണുന്നത്. ആ റീല് എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും.
ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഡിന്നർ. എല്ലാവരും നല്ല വിശപ്പുണ്ട്. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂപ്പ് വന്നു, പക്ഷെ ഞങ്ങൾ സൂപ്പ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫുഡ് എടുത്ത കാരണം ഇനിയിപ്പോൾ സൂപ്പ് തൽക്കാലത്തേക്ക് കഴിക്കുന്നില്ല. ഞങ്ങളുടെ ഡിന്നർ അങ്ങനെ അവസാനിച്ചത് ഒരു ഐസ്ക്രീം കൂടി കൊണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പിയായി, വയറ് ഫുള്ളായി, സന്തോഷമായി. ഈ ഓടിപ്പോകുന്നത് കാട്ടാനകളാണ്. ഞങ്ങളുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയി സൈഡിലെത്തി അവരിതാ പൂളിൻ്റെ ബാക്കിൽ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടല്ലോ, വാട്ടർഫോൾസിൽ നിന്നുള്ള വെള്ളം, അത് ക്രോസ് ചെയ്യുക ചെയ്യുന്നത്. ഞങ്ങളുടെ പൂൾ സൈഡിൻ്റെ ബാക്കിലത്തെ നേരത്തെ കാണിച്ച വ്യൂ ആണ്. ഇവരപ്പുറത്തെ കാട് പോലെ കണ്ടില്ല, അങ്ങോട്ടേക്കാണ് ഈ ക്രോസ് ചെയ്ത് പോകുന്നത്. നല്ലൊരു കാഴ്ചയായിരുന്നു. സമയം 7:30, 7:15 ആവാറായിട്ടോ. നല്ല വെയിലായി. Step 1, wake up early, gonna rise with the sun. Step 2, get some food in you. Step 3, think real hard about what you wanna be. Step 4, everybody just do your thing. Wake up, today's gonna be a good day. 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 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഞാൻ പുട്ട്, കടല, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ട്, പിന്നെ കോഫി, പിന്നെ ദിവ്യ എടുത്തേക്കുന്നത് ഇഡ്ഡലി ഉണ്ട്, സാമ്പാർ ചട്നി. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങും. അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു 2 ദിവസത്തെ ഇവിടുത്തെ സ്റ്റേ കഴിഞ്ഞു. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ ഇപ്പോൾ സമയം ഒരു 10:30 എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റായി. നമ്മൾ അവരുടെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞ് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഹോട്ടൽ. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും. ഇവിടുത്തെ ഫുഡും അടിപൊളിയായിരുന്നു, സ്റ്റേയും അടിപൊളിയായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. സീ ഹൈം എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഇത് അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അടുത്താണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി പോകാൻ നിൽക്കും. വോയിസ് ഓവർ കൊടുക്കണ എല്ലാവരും ഇത് ചെയ്യല്ലേ. ഇതൊക്കെ എടുത്ത് ഞങ്ങളുടെ ബസ് ഇതാണ്ടോ പൊന്നൂസ് ബസ്സിലേക്ക് നടക്കും. നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. ഇതാണ് ചാർപ്പ ബ്രിഡ്ജ്, ചാർപ്പ പാലമാണ്. അപ്പോൾ അവിടുത്തെ വെള്ളച്ചാട്ടമാണ് കാണുന്നത്. നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല പാല് പോലെ ഇരിക്കും, അത്ര വൈറ്റ് കളറിലാണ്. കണ്ടിട്ട് തന്നെ കൊതിയാവുന്ന കയറി നിൽക്കാൻ, പക്ഷെ നിന്ന് കഴിഞ്ഞാൽ വിവരം പറയും. ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയ ഒരു സ്പോട്ടായത് കാരണം ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടും പ്രശ്നമൊന്നുമില്ലായിരുന്നു. വേറെ ആൾക്കാർ ഇതാ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്, കാരണം നല്ലൊരു സ്പോട്ടല്ലേ. ഹായ്, ഷാർപ്പ ബ്രിഡ്ജ്.
ആ കാണുന്നത് ആണ് ഷോലയാർ ഡാം. നമ്മൾ വാൽപ്പാറ പോകുന്ന വഴിയിൽ കണ്ടപ്പോൾ നിർത്തിയതാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഷോലയാർ ഡാം. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് എത്തിയിട്ട് ഇപ്പോൾ സമയം 3:10. ഇവിടെ വലിയ ഹോട്ടലൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഹോട്ടലിൽ ഊണ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഊണിന് വേണ്ടി നല്ല വിശപ്പുണ്ടല്ലോ, നാടൻ ഊണ് കഴിക്കാനായിട്ട് പോവാം. നമ്മൾ ആ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നിട്ടാണ്. നാടൻ ഫുഡൂണാണ്. പിന്നെ മീൻ വറുത്തതുണ്ട്. ഇത് പുഴമീനാണ്, കുയിൽ എന്ന് പറഞ്ഞൊരു പുഴമീനാണ്. മീൻ വറുത്തതും ബാക്കി സാമ്പാർ, ക്യാബേജ്, ഉപ്പേരി, ബീൻസ്, അച്ചാറൊക്കെ ആയിട്ട് സിമ്പിൾ പക്ഷെ നല്ല സ്വാദുള്ള. ഒരു മയില് പക്ഷേ വീലി വിടർത്തി തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെ കാണാൻ പറ്റുന്നില്ല, കളറായിട്ട് കാണാൻ പറ്റുന്നില്ല. വെളിച്ചം ലൈറ്റ് അങ്ങോട്ട് അടിക്കുന്ന കാരണം കണ്ട. ഹായ്, നമുക്ക് വേണ്ടി പോസ് ചെയ്ത് നിന്ന് തരുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോകുന്ന വഴിക്ക് വാൽപ്പാറ പോകുന്ന വഴിക്ക് ഷോലയാർ ഡാമിന് കാണാനായിട്ട് ഡാമിൻ്റെ അവിടെ ഒന്ന് നിർത്തി. ഇവിടുത്തെ കടകളൊക്കെ അടച്ചിരിക്കാണോ എന്നറിയില്ല. നമ്മൾ ഷോലയാർ ഡാമിലേക്ക് എത്തി. നമുക്ക് ഷോലയാർ ഡാമിൻ്റെ തന്നെ വേറൊരു പോയിന്റിലേക്ക് വണ്ടി നിർത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ആക്ച്വലി കുറേ റീലുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, കുട്ടി കുട്ടി റീൽസ്. അപ്പോൾ റീലിൻ്റെ ബാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതാണിത്. ഞാൻ ഇറങ്ങാനുള്ള കഷ്ടപ്പെട്ടാണ്. ഓക്കെ, ഞങ്ങൾ കുറേ റീൽസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ റീലിനൊക്കെ എടുക്കാൻ ബാക്കി കുറച്ച് പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ പറ്റിയ സ്പോട്ടാണെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി വേഗം നിർത്തി. ഓൾറെഡി നമ്മൾ ലേറ്റായി. അപ്പോൾ ഇനി ചെറുപടാന്ന് പെട്ടെന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പോവാം. കോഫി കുടിക്കാനായിട്ട് ഇവിടെ ഇറങ്ങിയേക്കാണ്. வால்பாறை ஸ்பெஷல் காடை முட்டை. நல்லா இருக்கா? பிரமாதம், நல்ல டேஸ்ட், ரொம்ப நல்லா இருக்கு. நீங்க ஒன்று சாப்பிட்டு பாருங்க. ഇവിടെ എരിവ് സൂപ്പർ. ഞങ്ങളുടെ പൈനാപ്പിൾ ആൻഡ് മുളക് പൊടി
അങ്ങനെ വാൽപ്പാറയിൽ നിന്ന് ഞങ്ങൾ സ്ട്രെയിറ്റ് ബാക്ക് ടു ടെക്നോ പാർക്കിലേക്ക് വണ്ടി വിട്ടു. പോകുന്ന വഴിക്ക് ഞങ്ങളൊന്ന് വണ്ടി നിർത്തി ഒരു സീൻ കണ്ടിട്ടാണ് നിർത്തിയത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഇനി കാണുന്നത് പൊള്ളാച്ചി സൈഡാണ്. പൊള്ളാച്ചിയുടെ ആ ഒരു ഭാഗമാണ്. അവിടുത്തെ സിറ്റി വ്യൂ ആണ്, നൈറ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. ലൈറ്റുകൾ രാത്രിയിൽ കാണാൻ ക്യാമറയിൽ അത്ര ഭംഗിയില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗി. ഭയങ്കര ഗ്ലിറ്ററി ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. കാരണം ഈ സൈഡിൽ അപ്പുറത്തെ സൈഡ് ഫുൾ ചുറ്റും കാടായിരുന്നു. അപ്പോൾ നല്ലൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. സമയം 11:55 കേട്ടോ. ഞങ്ങൾ തൃശ്ശൂരിലേക്ക് എത്തി. തൃശ്ശൂരിലാണ് ഈ ഹോട്ടലുള്ളത്. സോ ഞങ്ങളൊരു പ്ലേറ്റ് ഫ്രൈഡ് റൈസ്, ചിക്കൻ റോസ്റ്റ്, ബിരിയാണി, പിന്നെ ഉള്ളത് പൊറോട്ടയാണ്. അപ്പോൾ ഇത് കഴിക്കാം. അങ്ങനെ 2 ദിവസത്തെ ഒരു അടിപൊളി ഷോർട്ട് ട്രിപ്പ് അവസാനിച്ച് ഞങ്ങളിത് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവുകയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.